ഡെയിലി കറന്റ് അഫയേഴ്സ് 2026 ഓഗസ്റ്റ് 12 ബുധൻ. ചോദ്യം 1. ലോക ആന ദിനം വേൾഡ് എലഫന്റ് ഡേ ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ഓഗസ്റ്റ് 12. 2012 ഓഗസ്റ്റ് 12-നാണ് തായ്ലൻഡിലെ എലിഫന്റ് റീഇൻട്രൊഡക്ഷൻ ഫൗണ്ടേഷനും കാനഡക്കാരനായ ഫിലിം മേക്കർ പട്രീഷ്യ സിംപ്സണും ചേർന്ന് ലോക ആന ദിനത്തിന് തുടക്കം കുറിച്ചത്. ചോദ്യം 2. അന്താരാഷ്ട്ര യുവജന ദിനം ഇന്റർനാഷണൽ യൂത്ത് ഡേ ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ഓഗസ്റ്റ് 12. 1999 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭ UN ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമായി പ്രഖ്യാപിച്ചത്. 2000 ഓഗസ്റ്റ് 12-നാണ് ആദ്യമായി ഈ ദിനം ആചരിച്ചത്. ചോദ്യം 3. അന്താരാഷ്ട്ര യുവജന ദിനം 2026-ന്റെ പ്രമേയം എന്താണ്? ഉത്തരം ഡിഫറന്റ് കോണ്ടെക്സ്റ്റ്സ് കോമൺ ആസ്പിറേഷൻസ്. ചോദ്യം 4. ഇന്ത്യ നമീബിയ സംയുക്ത വ്യാപാര സമിതി JTC യോഗം പ്രധാനമായും ഏത് മേഖലയിലെ സഹകരണം ശക്തമാക്കാനാണ്? ഉത്തരം ക്രിട്ടിക്കൽ മിനറൽസ്, ലിഥിയം, കോബാൾട്ട് തുടങ്ങിയ അപൂർവവും തന്ത്രപ്രധാനവുമായ ധാതുക്കളുടെ ക്രിട്ടിക്കൽ മിനറൽസ് പര്യവേക്ഷണം, ഖനനം, വിതരണ ശൃംഖല ഉറപ്പാക്കൽ എന്നിവയിലാണ് ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചോദ്യം 5. കേന്ദ്ര കായിക മന്ത്രാലയം താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത ദേശീയ കായിക ഫെഡറേഷൻ ഏത്? ഉത്തരം ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ TTFI. ചോദ്യം 6. 2026 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ഡേ ആയി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനങ്ങൾ ഏവ? ഉത്തരം ന്യൂയോർക്കും ന്യൂജേഴ്സിയും. ചോദ്യം 7. ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം റഷ്യ. യുക്രൈൻ ആക്രമണങ്ങളെ തുടർന്ന് റഷ്യയിലെ എണ്ണശുദ്ധീകരണ ശാലകൾക്കുണ്ടായ തകരാറുകളും ആഭ്യന്തര ഇന്ധനക്ഷാമവും മൂലമാണ് ലോകത്തിലെ പ്രമുഖ എണ്ണ ഉത്പാദക രാജ്യങ്ങളിലൊന്നായ റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിത്തുടങ്ങിയത്. ചോദ്യം 8. ലോക്സഭയിലെ അംഗസംഖ്യ 543-ൽ സ്ഥിരപ്പെടുത്തണമെന്ന് പ്രമേയം പാസാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. ചോദ്യം 9. ഇന്ത്യ ചൈന ബന്ധത്തിൽ നിർണായകമാണെന്ന് ഇന്ത്യ വീണ്ടും വ്യക്തമാക്കിയ കാര്യം എന്താണ്? ഉത്തരം അതിർത്തിയിലെ സമാധാനവും സ്ഥിരതയും. പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി അറ്റ് ദ ബോർഡർ. ചോദ്യം 10. കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തതായി റിപ്പോർട്ട് വന്ന മൊബൈൽ ആപ്പുകളുടെ എണ്ണം എത്ര? ഉത്തരം 3718. ഇന്ത്യൻ സൈബർ ക്രൈം കോഓർഡിനേഷൻ സെന്റർ I4C വഴി വ്യാജ വായ്പാ ആപ്പുകൾ ഉൾപ്പെടെ 3718 ആപ്പുകളാണ് IT ആക്ട് പ്രകാരം ബ്ലോക്ക് ചെയ്തത്. ചോദ്യം 11. PME ഡ്രൈവ് പദ്ധതിയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ പരമാവധി സബ്സിഡി എത്രയായി നിശ്ചയിച്ചു? ഉത്തരം 5000 രൂപ. ചോദ്യം 12. PLFS പ്രകാരം 2026 ഏപ്രിൽ-ജൂൺ പാദത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണ്? ഉത്തരം 5.4%. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് 4.8%. നഗരമേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് 6.7%. ചോദ്യം 13. GI ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി അവതരിപ്പിച്ച പുതിയ ബ്രാൻഡ് ഏത്? ഉത്തരം ഭാരത് GI. ടാഗ്ലൈൻ എ വേൾഡ് എക്സ്ക്ലൂസീവ്. ചോദ്യം 14. 10 വർഷം പൂർത്തിയാക്കിയ സർക്കാർ മാർക്കറ്റ് പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് GeM. ചോദ്യം 15. ശക്തമായ ഭൂചലനം മൂലം വാർത്തകളിൽ ഇടം നേടിയ രാജ്യം ഏത്? ഉത്തരം കൊളംബിയ. തീയതി 2026 ഓഗസ്റ്റ് 10. തീവ്രത റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ചോദ്യം 16. UN ജിനീവ ഓഫീസിന് ഇന്ത്യ സമ്മാനമായി നൽകിയ ദേശീയ പക്ഷി ഏത്? ഉത്തരം ഇന്ത്യൻ മയിൽ. സമ്മാനം നൽകിയ ഇടം സ്വിറ്റ്സർലൻഡിലെ ജിനീവയിലുള്ള ഐക്യരാഷ്ട്രസഭയുടെ UN പാലേസ് ഡേ നേഷൻസ്. ചോദ്യം 17. UN ജിനീവയ്ക്ക് ഇന്ത്യ സമ്മാനമായി നൽകിയ മയിലുകളുടെ എണ്ണം എത്ര? ഉത്തരം 5. ചോദ്യം 18. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പര നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം ഡൽഹി. വേദി ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. ചോദ്യം 19. കേരളം എന്ന പേര് നൽകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയത് ഏത് സഭയാണ്?
ഉത്തരം ലോക്സഭ. 2026 ഓഗസ്റ്റ് 11 ആണ് ഇത് പാസാക്കിയത്. ഭരണഘടനയുടെ ഒന്നാം പട്ടികയിൽ അനുച്ഛേദം 3 പ്രകാരമാണ് ഇത്. ചോദ്യം 20. MSME മന്ത്രാലയം GI ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ച സ്ഥാപനം ഏത്? ഉത്തരം DPIIT, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. ചോദ്യം 21. PLFS എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. ലക്ഷ്യം ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ തുടങ്ങിയ തൊഴിൽ വിപണി സൂചകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അളക്കുക. ചോദ്യം 22. GI എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, ഭൗമസൂചിക. ഒരു GI ടാഗിന്റെ കാലാവധി 10 വർഷമാണ്, ഇത് പിന്നീട് പുതുക്കാവുന്നതാണ്. ചോദ്യം 23. PM-E-ഡ്രൈവ് പദ്ധതി പ്രധാനമായും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ. പൂർണ്ണരൂപം PM ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. ചോദ്യം 24. GEM എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ്. ചോദ്യം 25. ഇന്ത്യ-ചൈന അതിർത്തി സമാധാനം ഏത് അതിർത്തിരേഖയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, LAC, യഥാർത്ഥ നിയന്ത്രണരേഖ. ഈ അതിർത്തി മേഖല പ്രധാനമായും 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1. വെസ്റ്റേൺ സെക്ടർ ലഡാക്ക്. 2. മിഡിൽ സെക്ടർ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്. 3. ഈസ്റ്റേൺ സെക്ടർ അരുണാചൽ പ്രദേശ്, സിക്കിം. ഈ ഭാഗത്തെ അതിർത്തി രേഖയെ മക്മഹോൺ രേഖ എന്നും വിളിക്കുന്നു. ചോദ്യം 26. 2026 അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്ന നഗരം ഏത്? ഉത്തരം ലാഗോസ്, നൈജീരിയ. ചോദ്യം 27. അണ്ടർ-23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടിയ മെഡലുകൾ എത്ര? ഉത്തരം 17 മെഡലുകൾ. 4 സ്വർണം, 5 വെള്ളി, 8 വെങ്കലം. വേദി നൈജീരിയയിലെ ലാഗോസ്. ചോദ്യം 28. 2026-27 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദനം ഏകദേശം എത്രയായിരുന്നു? ഉത്തരം 42.1 ദശലക്ഷം ടൺ. ചോദ്യം 29. 2026-27 ആദ്യ പാദത്തിൽ ഇന്ത്യയുടെ ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദന വളർച്ച ഏകദേശം എത്ര ശതമാനമാണ്? ഉത്തരം 3%. ചൈനയ്ക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ വലിയ രാജ്യം ഇന്ത്യയാണ്. ചോദ്യം 30. 2026 ഓഗസ്റ്റ് 12 ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ദിനം ഏത്? ഉത്തരം ലോക ആന ദിനം, വേൾഡ് എലിഫന്റ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.